ഹായ് ഓൾ, വെൽക്കം ടു ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. CA പോലത്തെ കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഒപ്പീനിയൻസുകൾ സ്വീകരിക്കാറുണ്ട്. എന്തിനാണ് ഈ ഒപ്പീനിയൻസ് സ്വീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സെലക്ഷൻ എപ്പോഴും ശരിയാകാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് CA ഫൗണ്ടേഷൻ ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ആയിഷ റുഫൈദയാണ്. റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, CA ചൂസ് ചെയ്ത ശേഷം പഠനം എങ്ങനെയുണ്ട്, CA പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് CA അവളുടെ അനുഭവം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എവിടെ നിന്നാണ് റുഫൈദ വരുന്നത്? മലപ്പുറം കോട്ടക്കൽ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓക്കെ. 10ാം ക്ലാസ്സിന് മുന്നേ CA കുറിച്ച് അറിയായിരുന്നു? ഇല്ല, 10ന് നമ്മള് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ബയോസയൻസ് എടുത്തത്. അങ്ങനെ സയൻസ് കയറിയ സമയത്താണ് നമ്മൾ നീറ്റിൽ തന്നെ കുറെ ഇഷ്യൂസ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുന്നതിനെ കണ്ടപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് ഇത് കുറഞ്ഞു. അപ്പൊ പിന്നെയാണ് CA കുറിച്ച് അറിയണത്. അങ്ങനെ CA കുറിച്ച് അറിയുന്ന സമയത്ത് ഫ്രണ്ട് ഓൾറെഡി ഇങ്ങോട്ട് ഈഗിൾസിക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു ഇത് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ LKG തൊട്ട് പഠിച്ച ഒരാള് കഴിഞ്ഞ വർഷം ഇവിടെ ഫൗണ്ടേഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഓളായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഓള് പറഞ്ഞു അടിപൊളിയാണ്, ഓള് ഇവിടുന്ന് എന്തോ എക്സാം എഴുതാൻ കഴിയാതെ ഓൾ അങ്ങനെ പോയതാ, ഇൻഫെക്ഷൻ എന്തോ ചെവിക്ക് ഇൻഫെക്ഷൻ വന്നിട്ട്. അപ്പൊ അങ്ങനെ ഓളോട് ചോദിച്ച സമയത്ത് ഓള് പറഞ്ഞു അടിപൊളിയാണ്, എന്റെ 110% CA ഇടാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഈഗിൾസ് പോവാന്നോള് പറഞ്ഞു. അങ്ങനെയാണ് ഈഗിൾസിൽ എത്തുന്നത്. നമ്മൾ CA എന്ന് പറഞ്ഞ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞു, +1 +2 ബയോ സയൻസ് ഫീൽഡ് ആണ്, എന്നിട്ടും CA ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം സയൻസിൽ എസ്പെഷ്യലി CA ഫീൽഡിലേക്ക് പോകുമ്പോൾ നമ്മളോട് കുറെ ഒപ്പീനിയൻസുകൾ കേൾക്കുമല്ലോ. കാരണം ഒരു കരിയർ നമ്മൾ ചൂസ് ചെയ്യാണല്ലോ. അങ്ങനെ ഒരു കരിയർ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഏതാ പ്രധാനപ്പെട്ട നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നേ? നല്ല ടെൻഷൻ എന്താ വെച്ചാല് നമ്മള് സയൻസും ആകെ നമ്മളെ മാത്സ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ അക്കൗണ്ട്സ് ഒന്നും നമുക്ക് ഒരു ബേസും ഇല്ല. അപ്പോ നമ്മളെ നെയ്ബറിൽ തന്നെ CS ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ സമയത്ത് ഒരു പറഞ്ഞു ഞങ്ങളൊക്കെ കൊമേഴ്സിനാ പോയത്, അപ്പൊ സയൻസിന് പോകുമ്പോ പറ്റുമെന്ന് അറിയില്ല, പിന്നെ എനിക്ക് പറ്റുമെന്നുള്ളത് എനിക്ക് ഇത്ര ഉറപ്പുണ്ടോ, അങ്ങനെ ഒരു കാര്യം വെച്ചപ്പോ ഉമ്മ പറഞ്ഞു ഈ ടെൻഷൻ ആവണ്ട, നമുക്ക് പഠിച്ചാൽ നമുക്ക് കിട്ടാവണല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോ പ്രത്യേകിച്ച് ജാബിർ സർ അക്കൗണ്ട്സ്, നമുക്ക് സയൻസിൽ നിന്ന് ഒന്നും അറിയാത്ത വന്ന കുട്ടിക്കാണെങ്കിലും ബേസ് തൊട്ട് എന്താണ് അക്കൗണ്ട്സ് എന്നുള്ള രീതിക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞ രീതിക്ക് എനിക്ക് പറയുമ്പോൾ അക്കൗണ്ട്സിൽ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ഇനി എപ്പോൾ ഡൗട്ട് വന്നാലും നമുക്ക് ക്ലിയർ ചെയ്യാനായാലും മെന്റേഴ്സ് ആയാലും സർ ആയാലും എല്ലാവരും പെർഫെക്റ്റ്. അതുകൊണ്ട് അക്കൗണ്ട്സിന്റെ കാര്യത്തിൽ നമുക്ക് അത്യാവശ്യം ഓക്കെ, നമുക്ക് എപ്പോഴും നമ്മൾ തന്നെ ഇരുന്ന് പറയും സയൻസിൽ നിന്ന് വന്നിട്ട് അക്കൗണ്ട്സ് ഇത്ര എഴുതാൻ പറ്റുന്നത് ഒരിക്കലും നമ്മൾ ഇമാജിൻ ചെയ്ത കാര്യം പോലെയല്ല. പിന്നെ ബാക്കിയുള്ള മാത്സ് ഒക്കെ നമുക്ക് വന്നോണ്ടേ നമുക്ക് അടിപൊളി, സയൻസിനാണ് നമുക്ക് കുഴപ്പമില്ല. ഇക്കണോമിക്സ് മുബഷീർ സർ അടിപൊളി, ക്ലാസ് ഒന്നും പറയില്ല. സാറ് നമുക്ക് ക്ലാസ് എടുത്ത് തന്നു, പിന്നീട് നമുക്ക് നോട്ട് നോക്കുമ്പോഴായാലും നല്ല അടിപൊളിയായിരിക്കും. പിന്നെ സാർ ഇടയ്ക്കിടയ്ക്ക് സാറ് വന്നിട്ട് നമുക്ക് ഓരോ ഡൗട്ട് ക്ലിയർ ആയിട്ട് സാറിന് തന്നെ ഈ നമ്മളെ ഓഫീസ് ഫോണിൽ നിന്ന് കോൺടാക്ട് ചെയ്താലും അതൊക്കെ സാർ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ എക്കണോമിക്സ് നമുക്ക് അങ്ങനെ ലോ ഷിഫിങ് സാറെ ക്ലാസ്, അതും നമ്മള് ഫാക്കൾട്ടീസിന് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഫാക്കൾട്ടീസ് അത്രക്കും അടിപൊളിയാണ്. ഷിഫിങ് സാറൊക്കെ പറഞ്ഞാൽ ക്ലാസ് പറഞ്ഞാല് നമ്മള് ശരിക്കും ഇങ്ങോട്ട് വരുന്ന സമയത്ത് CA എന്നൊക്കെ പറയുമ്പോ മൈൻഡില് സാറുമാരൊക്കെ ഭയങ്കര സീന, നമ്മൾ ഇതുവരെ കണ്ട പോലെ ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര പ്രൊഫഷണൽ ആവുന്ന രീതി. പക്ഷെ ഇവിടെ വന്ന സമയത്ത് നമ്മളെ എല്ലാ ഫാക്കൾട്ടീസും നമ്മൾ ക്ലാസ്സിൽ ഭയങ്കര ഫ്രീ ആണ്. നമുക്ക് എന്താ പറയാ, നമ്മള് ഗേൾസ് ഓൺലി ബാച്ച് ആണെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ട് ഉണ്ടായിരുന്നു. എന്താ പറയാണെങ്കിലും നമുക്ക് ധൈര്യത്തിൽ പറയാം. അതുകൊണ്ട് സയൻസ് എന്ന് പറഞ്ഞാൽ പേടി ഇവിടെ എത്തിയപ്പോ പോയി. സയൻസ് എന്ന് വരുന്ന കുട്ടികൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു പ്രയാസമാണ് അക്കൗണ്ടൻസി ശരിയാവുക. കാരണം ഒരു ബേസ് അക്കൗണ്ടൻസിനെ കുറിച്ച് അറിയില്ല. അത് ജാബിർ സാർ കംപ്ലീറ്റ്ലി ഫസ്റ്റ് വന്ന സമയത്താണെങ്കിലും സാറ് ഡെബിറ്റ് ക്രെഡിറ്റ് നമുക്ക് ഒരു ഐഡിയ ഇല്ല, ഈ ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് ഒന്നും ഒന്നും അറിയില്ല. അങ്ങനെ വന്ന സമയത്ത് ഒരു കുറച്ച് ടൈം നമ്മൾ എടുത്തു റെഡി ആവാൻ വേണ്ടിട്ട്. പിന്നെ സാർ തന്നെ പറയും ഏറ്റവും കൂടുതൽ നന്നായിട്ട് വരെ സയൻസിലെ സ്റ്റുഡൻസ് ആണ്, സാർ തന്നെ അതിനെ പറയും. പിന്നെ നമുക്ക് സാർ ആയാലും നമുക്ക് ഭയങ്കര കംഫർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് തന്നെ ഇൻട്രസ്റ്റ് വരും, ഇത് എങ്ങനെയും പഠിച്ചെടുക്കണം ആ ഒരു ഇൻട്രസ്റ്റ്. പിന്നെ ഓൾറെഡി നമുക്ക് ഇത് എങ്ങനെയും പാസ് ആവണം എന്നുള്ള ഇൻട്രസ്റ്റോട് കൂടി അക്കൗണ്ട്സ് നമ്മൾ അത്യാവശ്യം കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ജാബിർ സർ പെർഫെക്റ്റ്. നമുക്ക് എന്ത് ക്ലിയർ ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അപ്പൊ വന്നിട്ട് അത് ക്ലിയർ ചെയ്ത് തരും. അതുകൊണ്ട് പിന്നെ അക്കൗണ്ട്സിൽ ഇപ്പൊ വലിയ പേടിയില്ല, നമുക്ക് പാസ് ആവുന്നുള്ള ഒരു പ്രതീക്ഷ. ഇപ്പൊ നമ്മൾ ഈഗിൾസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ പറയല്ലോ ഈഗിൾസിൽ ഭയങ്കര ഫോൺ ഇല്ല, ഈഗിൾസിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഈഗിൾസിൽ അത്രമാത്രം റൂൾസ് ഉണ്ട്. പല ആൾക്കാരും ഈഗിൾസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, കാരണം ഇവിടെ പഠിത്തം മാത്രമാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കേട്ടിട്ടും ഈഗിൾസിൽ വന്നിട്ട് എന്തായിരുന്നു ആ ഒരു ഫീൽ ഉണ്ടായിരുന്നത്? മെയിൻലി ഈഗിൾസ് ചൂസ് ചെയ്യാനുള്ള കാര്യം ഫോണില്ല. കാരണം നമുക്ക് അടുത്ത് കുറെ ആൾക്കാർ കുറെ ക്യാമ്പസ് സജസ്റ്റ് ചെയ്തിരുന്നു, പക്ഷെ അവിടെ ഒക്കെ ഫോൺ ഉണ്ട്.
ഞാൻ ഫോൺ ഉണ്ടോ ഞാൻ പിന്നെ ആ പാത്രക്കേ വരില്ല, കുട്ടിന്റെ പാത്രക്കെ ഫോൺ കിട്ടിയ ഞാൻ ഒരു ഷോർട്സ് കാണാൻ പിന്നെ അത് അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. അപ്പൊ ഉമ്മാന്റെ ആയാലും ഉമ്മാന്റെ ഏറ്റവും വലിയ സമാധാനമായിരുന്നു ഫോണില്ല അപ്പൊ പഠിക്കുന്നുള്ള. അങ്ങനെ ആ ഒരു ഒറ്റ റീസൺ. പക്ഷെ ഇവിടെ വന്നപ്പോ നമുക്ക് ആ ഒരു മൈൻഡ് വരില്ല. നമുക്ക് ആകെ ഇനിയിപ്പോ ആ 5:30 to 6 മണിയുള്ള ഗ്യാപ്പിലാണ് നമുക്ക് വീട്ടിലേക്ക് വിളിക്കാം. വീട്ടിലത്തെ ആ ഒരു ഫോൺ വരുന്ന സമയത്ത് ചിലപ്പോ നമുക്ക് ആ ഒരു ഇത് വരാം. അത്രക്കും നമുക്ക് ഇന്ന് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ നമുക്ക് മാറി കിട്ടിയെന്ന് പറയാം. നിങ്ങളെ അടച്ചിട്ട് പഠിപ്പിക്കുക, ഭയങ്കര കൂട്ടിയിട്ട് പഠിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ഫീലുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നോ? നമ്മൾ ഈ ഒരു മൈൻഡ് വെച്ച് വന്നത് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഇനിയിപ്പോ നമുക്ക് എങ്ങനെ നമ്മള് ഏകദേശം CA ഫീൽഡ് നമുക്ക് ഓൾറെഡി മെന്റലായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അത് നമ്മള് ഇതേപോലെ നമുക്ക് ഇപ്പൊ ജംഷിന മാം ആയിക്കോട്ടെ, നിത മാം ആയിക്കോട്ടെ, അവരുടെ അടുത്തൊക്കെ പോയി പറയുന്ന സമയത്ത് നമുക്ക് അതിനുള്ള റിഫ്രഷ്മെന്റ് ഒരു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുവരെ അങ്ങനെ ഓവർ സ്ട്രെസ് കാരണം നമുക്ക് എന്ത് പ്രശ്നം വരും ആരെടുത്ത് പോയി പറയാം. അതാണ് ഏറ്റവും നമുക്കൊരു ഹോംലി ഫീൽ. ഇപ്പൊ ഇനി നമുക്ക് വാർഡന്മാരായിക്കോട്ടെ, കുറേ നല്ല വാർഡന്മാര് നമുക്ക് മദേഴ്സിന്റെ ഫീലുള്ള ഇനിയിപ്പോ ജംഷിന മാം ആയിക്കോട്ടെ, നിത മാം, ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് തന്നെ. നമുക്ക് ആ കാര്യത്തിൽ ഹോംലി ഫീൽ നമുക്ക് നല്ല ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇവിടെ ഭയങ്കര പ്രയാസകരം. അതിവിടെ വന്ന ശേഷം എങ്ങനെയായിരുന്നു? അതായത് നമുക്ക് മെയിൻലി ജംഷിന മാം, ഞാൻ സംഭവത്തിൽ ഞാൻ പെട്ടെന്ന് ഡൗൺ ആവും. അങ്ങനെ ഞാൻ ഇവിടെ വന്നാലും മൈൻഡ് എങ്ങനെ സ്ട്രോങ് ആക്കാന്നുള്ളത് മാക്സിമം നമ്മൾ പഠിക്കും. കാരണം നമ്മൾക്ക് നമ്മളെപ്പോഴും അയിമ ചടിച്ച് നമ്മൾ അയിമ ഇരിക്കണം. കാരണം നമ്മളെ ചുറ്റുള്ള എല്ലാവരും പഠിക്കും, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് ഷെയർ ഒക്കെ ചെയ്യാം. പക്ഷെ ജംഷിനാമിൽ നമ്മൾ എന്ത് പോയി പറഞ്ഞോ നമ്മുടെ ഉമ്മാന്റെ അടുത്ത് പറഞ്ഞ സെയിം ഫീലാ. മിസ്സിന്റെ ഒരു ഹഗ് അത് മതി, അയിമ നമ്മളെ ഫുൾ പ്രോബ്ലം നമ്മൾ കവർ ചെയ്യും. അതേപോലെ നമുക്ക് ഇനി മിനിമോള് സുഹറ മാം ഇവരൊക്കെ നമ്മൾ എന്ത് പ്രോബ്ലം പോയി പറഞ്ഞോ നമ്മളങ്ങനെ ഹഗ് ചെയ്തിട്ട് നമ്മളെ പ്രോബ്ലം അയിമ അങ്ങോട്ട് സോൾവ് ആക്കി തരും. അപ്പോൾ നമുക്ക് ഭയങ്കര റിലീഫ്. ആ ഒരു ടേക്ക് കെയർ നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് അല്ലെ? നമ്മളെ ഡൗൺ ആവാൻ സമ്മതിക്കാതെ നമ്മളെ മാനേജ് ചെയ്ത് നമ്മളെങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ CA ചൂസ് ചെയ്യുന്നതിനും ഇപ്പൊ CA നമ്മൾ എടുത്തു, CAക്ക് വരുന്നതിന് മുന്നേയും ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. നിങ്ങൾ CA ഫൗണ്ടേഷൻ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എന്താണ് ഇതെന്ന് അറിയില്ല, പക്ഷെ വരുന്നതിന് മുന്നേയും വന്ന ശേഷം തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്തൊക്കെ തോന്നിയത്? വരുന്നതിന് മുന്നേ എന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡെയിലി ഒരു 2 hour മാക്സിമം ഞാൻ പഠിക്കാതിരിക്കും നിൽക്കുമല്ലോ അറിയാം. എക്സാമിന്റെ ആ ഒരു ടൈമിൽ ആ ഒരു 1 month അത്യാവശ്യം എഫേർട്ട് ഇട്ട് പഠിക്കുന്നല്ലാണ്ട് ഞാൻ ഇരിക്കല്ലോ. ഇപ്പൊ നമുക്ക് നോർമലി വീട്ടില് ഫോണുണ്ട്. അപ്പൊ ഈ ഫോണിൽ റീൽസും കാര്യങ്ങളായിട്ട് നമ്മൾ ഇനി പരിപാടി ആയിക്കോട്ടെ കസിൻസ് ഒക്കെ വന്നാൽ ഇതിലേക്ക് പോകും. പക്ഷെ ഇവിടെ എത്തിയതിന്റെ ശേഷം ഇപ്പൊ നമ്മള് എന്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചാൽ പോലും നമുക്ക് ഞാനില്ല എന്നുള്ള രീതിക്ക് നമുക്ക് തോന്നും. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഉള്ളവർ അത്രയും പഠിക്കില്ല, അപ്പൊ നമുക്ക് അത്രയും സമയം പോവില്ലേ എന്നുള്ള ഒരു മെന്റാലിറ്റി വരും. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്റെ നമ്മൾ മാറി കഴിഞ്ഞാൽ +2 ഈ CNV ഒരു പീരീഡും +2 പറഞ്ഞാല് ആ എക്സാമിന്റെ തലേന്ന് പോവാ, ബുക്ക് തുറക്കാൻ പഠിച്ചാൽ പോയ എക്സാം ഇത് ആ ഒരു ഇവിടെ നമ്മളിപ്പോ ക്യാമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഡെയിലി ഒരു 10 hour എങ്ങനെയാലും ഇരിക്കും. മാക്സിമം 15 hour വരെ നമ്മൾ ബുക്കുമേ ഒരു ദിവസം 15 മണിക്കൂർ വരെ നമ്മൾ ബുക്കുമേ ഇരിക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ റൂമിലെത്തി പറയും ഇത് ഇത്ര നേരം ഇരുന്നില്ലേ. നമ്മള് ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട് ഉണ്ടാവും, നമ്മൾ അവിടെ എങ്ങനെയാണ് അവിടെ എങ്ങനെ എഫേർട്ട് എടുക്കാന്ന് നമുക്ക് +2 ഇങ്ങനെ റാങ്ക് നമ്മൾ അവിടെ തന്നെ ഇരുന്ന് പറയും. കാരണം നമ്മൾ എത്രത്തോളം മാറി എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം അവിടെ നമ്മൾ കുറച്ച് സമയം ബുക്കുമേ ഇരിക്കുന്നത് ഇവിടെ വന്ന് കുറേ സമയം ഇരിക്കുമ്പോ അതിന് നല്ല ചേഞ്ച് ഫീൽ ചെയ്യും. അല്ലേ? +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് ഓർക്ക് ഇത്ര മണിക്കൂർ ഇരുന്ന് പഠിക്കുക. ഇപ്പൊ 8 മണിക്കൂർ ഇപ്പൊ ഓരെ സംബന്ധിച്ച് 8 മണിക്കൂർ പഠിക്കുക, 10 മണിക്കൂർ പഠിക്കുക, 15 മണിക്കൂറൊക്കെ പഠിക്കുക എന്നാണ് ഓർക്ക് വിശ്വസിക്കാനേ പോലും പറ്റൂല. കാരണം അത് 1-2 ദിവസമല്ലല്ലോ, 3-4 മാസമാണ് നിങ്ങൾ 15 മണിക്കൂറൊക്കെ എന്ത് ചെയ്യുന്നത്, ഒരു ഫുൾ ടൈം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണത്. ടീച്ചേഴ്സ് ക്ലാസ് ഒന്നും അല്ലാതെ വെറും 3-4 മാസം 15 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുക. അവരോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ഡെഫിനറ്റ്ലി പറ്റും. കാരണം ഞാൻ ഇന്ന് വന്ന ഒരാളാണ്. കാരണം ഡെയിലി ഒരു 2 hour ഒക്കെ മാക്സിമം എടുത്തെടുത്തു. ഉമ്മനെ പറയും ആ ബുക്ക് എടുത്തൊന്ന് പഠിച്ചോക്കാന്നുള്ള രീതിക്ക് ഉമ്മനെ പറയും. പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷം നമ്മളോട് ആരും പറയണേ, നമ്മൾ തന്നെ സ്വാഭാവികം നമ്മളെ അപ്പുറത്ത് ക്ലാസ്സിൽ ഒരാൾ പഠിക്കണുണ്ടെങ്കിൽ തന്നെ നമ്മൾ പഠിക്കണേ നമ്മൾ ഇത്രയും സമയം വേസ്റ്റ് ചെയ്യാനല്ലോ എന്നുള്ള ടൈമിൽ നമ്മൾ നോർമലി ആ ബുക്കിലേക്ക് വന്നിരിക്കുക. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ന്യൂസിൽ വന്നാൽ ഒരു പേടിയില്ല. കാരണം നമുക്ക് അത്രയും സമയം കിട്ടുന്നുണ്ട്. നമ്മൾ എങ്ങനെയായാലും ആ ഒരു 15 hour നമ്മൾ ആ ബുക്കുമേ ഇരിക്കും. പിന്നെ നമുക്കിപ്പോ സ്ട്രെങ്ത് ആയിട്ടുള്ള സബ്ജക്ട് ഉണ്ടാവും, വീക്ക് ആയിട്ടുള്ള സബ്ജക്ട് ഉണ്ടാവും. ആയിഷനെ സംബന്ധിച്ച് ഏതായിരുന്നു നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള സബ്ജക്ട്? ഇപ്പൊ നമുക്ക് മാത്സ് ഭയങ്കര ഈസി ഉണ്ട്. കാരണം നമ്മള് സയൻസ് പറഞ്ഞുകൊണ്ട് തന്നെ മാത്സിൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻസ്. കാരണം നമ്മൾ പഠിച്ച എക്സാക്ട് സെയിം സാധനം ആയതുകൊണ്ട് അത് നമുക്ക് സാറ് പറയുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ ആൻസർ എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ അതില് ഭയങ്കര കോൺഫിഡൻസ് ചെയ്യുന്നു. പിന്നെ ഒരു കേസ് ലോ എല്ലാരും ടഫാണ് പറഞ്ഞു ആ ഒരു കേസിൽ എനിക്ക് കാരണം എല്ലാവർക്കും ടഫായ സബ്ജക്ട് എന്തുകൊണ്ട് കയറ്റി പിടിച്ചുകൂടെ എന്നുള്ള രീതിക്ക് ഞാൻ മാക്സിമം ഞാൻ അതായത് എത്രയൊക്കെ സമയം കിട്ടണം അപ്പോഴൊക്കെ ഞാൻ ഈ സാധനം എടുക്കും. അതായത് എന്തോന്നും അറിയില്ല, നമുക്ക് അതെടുത്ത് ഇങ്ങനെ റിവൈസ് ചെയ്യാൻ വേണ്ടി തോന്നും.
ഒറ്റൊരു ഇതുണ്ട്, എല്ലാവർക്കും ടഫായ സബ്ജക്ട് എങ്ങനെയും ഒന്ന് ഈസി ആക്കി എടുക്കണം എന്നുള്ളത്. മാക്സിമം അതിനുള്ള എഫേർട്ട് ഇപ്പോഴും ഞാൻ ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. അത് എക്സാമിന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. അത് അടിപൊളിയായി. കാരണം നമ്മളെ സംബന്ധിച്ച് അത് കേൾക്കുമ്പോൾ ഭയങ്കര കാര്യമാണ്. കാരണം എല്ലാവരും ലോ ടഫാന്നൊക്കെ പറയുമ്പോൾ ലോല് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ഇൻട്രസ്റ്റിംഗ് ആയി കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് അറിയോ, തിയറി ഇൻട്രസ്റ്റിംഗ് ആയി കണ്ടവർക്ക് സി വളരെ ഈസി ആയി. കാരണം എല്ലാ സ്റ്റേജിലും തിയറി ഉണ്ട്, അത് നമ്മൾ പഠിക്കലും നിർബന്ധമാണ്. അത് അതേപോലെ പഠിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ എന്തൊക്കെയാണ് സി എനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ളത്? സി എനെ കുറിച്ച് പറഞ്ഞാല് നമ്മള് പുറത്തുനിന്ന് കേട്ടതൊന്നും അല്ല സി എ. ഇപ്പൊ എല്ലാവരും പറയും ടഫാണ് അപ്പൊ നമ്മള് നോർമലി ടഫ്, പക്ഷെ ഇവിടെ വരുമ്പോൾ ശരിക്കും അതായത് എല്ലാ ടോപ്പിക്കും നമുക്ക് ഇതാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ വൈഡ് ടോപ്പിക് കുറെ കവർ ചെയ്യാട്ടോ നമുക്ക് കുറച്ച് ടൈം കൊണ്ട്. അതാണ് ഏറ്റവും വലിയത്. പിന്നെ നമുക്ക് ബെസ്റ്റ് ഫാക്കൾട്ടീസ് ഉണ്ടാവും നമ്മളെ കൂടെ, ബെസ്റ്റ് ഫ്രണ്ട്സ്, അതായത് നമ്മളൊരു നല്ലൊരു സർക്കിൾ നമ്മളെ കൂടെ ഉണ്ടാവും. ഡെഫിനറ്റ്ലി നമ്മളെ കിട്ടിയിരിക്കും. ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു നല്ല എൻവയോൺമെന്റ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പഠിക്കുന്ന നല്ലൊരു എൻവയോൺമെന്റും നല്ല ടീച്ചേഴ്സും നല്ല മെന്റേഴ്സും എല്ലാരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് പഠിച്ചു പോകും. അത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ എപ്പോഴേലും മൈൻഡ് ഒക്കെ ഡൗൺ ആയി നമ്മളിങ്ങനെ ചിലപ്പോ ഇങ്ങനെ ചിന്തിച്ചിരിക്കണേലും അപ്പൊ ഒന്ന് ഓരോ മനസ്സ് എന്താ ഇങ്ങനെ ഇരിക്കണെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒന്നുമില്ല, നമുക്ക് ഇങ്ങനെ റെഡി ആവും. പിന്നെ ക്യാമറ, അതായത് ജംഷിന മാം ഇപ്പോഴും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ മിസ് എപ്പോഴേലും കാണുമ്പോ ചോദിക്കും എന്താ പറ്റീന്ന്. അപ്പൊ ആ ഒരു ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മള് ആ ഒരു ചിന്തന്നൊക്കെ പോയി ഓൾമോസ്റ്റ് ആയിക്ക് വന്ന് നമ്മളാ ബുക്ക് ഇരിക്കും. അത് ഇവിടെ വന്നാലേ, കാരണം നമ്മൾ ഇതുവരെ ഇരിക്കാതെ ഇവിടെ വന്നിരുന്നില്ല. അങ്ങനത്തെ നല്ല ചേഞ്ച് ഇവിടെ വന്നപ്പോഴായിട്ടുണ്ട്. പീഗിൾസിൽ വന്ന ശേഷം നമ്മൾ സി എച്ച് സെലക്ട് ചെയ്ത ശേഷം എന്തൊക്കെ ക്വാളിറ്റീസ് കൂടുതൽ കിട്ടിയെന്നാണ് ആശിക്ക് തോന്നുന്നത്? ഫസ്റ്റ് മെന്റൽ കപ്പാസിറ്റി ശരിക്കും. കാരണം പെട്ടെന്ന് ഡൗൺ ആവുന്ന കേസിൽ നിന്ന് ഇവിടെ വന്ന ഹോസ്റ്റൽ ലൈഫ്, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ എപ്പോഴും നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല. അതങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റും. കാരണം നമ്മളെ ഒറ്റയ്ക്ക് മുന്നേറിയാലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം, ഓരോ സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെ കടന്നു പോകണം. കാരണം അത്രയും സ്ട്രെസ് ചിലപ്പോൾ നമുക്ക് വന്നുകൂടായില്ല. കാരണം ഇൻ കേസ് ലോ പറഞ്ഞാൽ നമ്മൾ റിവൈസ് ചെയ്തോണ്ടിരിക്കണം. ചിലപ്പം അത്രയും എഫേർട്ട് എടുത്ത് ഹവർ ഇതാക്കി പഠിച്ച സംഭവമാണ്, പിന്നെ നമുക്ക് ഒരു ഓർമ്മയുണ്ടാവില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഉണ്ടാവും. പക്ഷെ നമ്മൾ പിന്നെയും അത് കവർ ചെയ്ത് വന്നാലേ കാര്യമുള്ളൂ. അപ്പൊ ആ ഒരു കേസിൽ മെന്റൽ കപ്പാസിറ്റി നല്ല ഇവിടെ വന്നാലും ചേഞ്ച് ചെയ്യും. ഇപ്പൊ ഒരു +1 +2 ഒരു 80% ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അവരെപ്പോഴും ടെൻഷൻ അടിക്കേണ്ടവ നമ്മളെ കൊണ്ടൊക്കെ സി എ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. സി എ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി എ എടുക്കാം എന്ന് പറയണമെങ്കിൽ എന്ത് അഡ്വൈസ് കാര്യം കൊടുക്കേണ്ടത്? മെയിൻലി നമ്മളെ മൈൻഡ് സെറ്റ് നമ്മൾ പാസ്സാവും എന്നുള്ള രീതിക്ക് വെക്കുക. ഒരിക്കലും നമ്മളെ കോൺഫിഡൻസ് നമ്മൾ കളയാൻ പാടില്ല. കാരണം നമ്മളെ മൈൻഡിൽ തന്നെ നമ്മൾ പാസ്സാവൂലേ എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും പാസ്സാവില്ല. നമ്മളെപ്പോഴും ഇപ്പൊ സാർ കഴിഞ്ഞ നമുക്ക് മോട്ടിവേഷൻ സെക്ഷൻ എന്ന സമയത്ത് തന്നെ സാർ പറഞ്ഞ ഓരോ വാക്കും, അതായത് നമ്മൾ എത്രത്തോളം നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മള് അവിടെ ഇപ്പൊ മോർണിംഗ് ഈ സമയത്തായാലും പാസ് ആവും എന്നുള്ളൊരു കാര്യം അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര എനർജി ആവും. നമ്മളെ മൈൻഡ് ഏറ്റവും എപ്പോഴും നമ്മൾ പാസ് ആവും എന്നുള്ള രീതിക്ക് വെച്ച് നമ്മളെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പാസ് ആവും. നാളെ സി എ ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഫ്യൂച്ചറിനെ കാണുന്നത്? അത് നമ്മൾ അങ്ങനെ, അതായത് ഈ ഒരു സബ്ജക്ട് എങ്ങനെ നമുക്ക് ഇപ്പൊ നമ്മളെ ഇത്ര കോൺഫിഡൻസ് നമുക്ക് ആ ഒരു റിസൾട്ട് കഴിയുമ്പോൾ പാസ് ആവും എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ ഇരിക്കുന്നത്. അതിന് എങ്ങനെ ചോദിച്ചാല് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഈ ഒരു ഇനി ഇൻഷാല്ല പാരന്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാരന്റ്സിനോട് ഈ ഒരു സി എ റിസൾട്ട് കൊടുക്കണം, പാരന്റ്സുമായി ബന്ധപ്പെട്ട് സി എ ലൈഫിനെ എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? അതായത് ഏറ്റവും വലിയ ആഗ്രഹം നമ്മളെ ബാങ്ക് അക്കൗണ്ടിലുണ്ടല്ലോ നമ്മളെ മൊബൈൽ നമ്പർ പോലെ ബാലൻസ് എടുക്കാം. പിന്നെ ഒരിക്കലും നമുക്ക് അത്രക്കും എടുക്കണം. പിന്നെ നമ്മളെ പാരന്റ്സിനെ വെച്ച് പോകുമ്പോൾ ഒരിക്കലും ഒരു ഇതിന്റെ പ്രൈസ് നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരിക്കൽ എല്ലാ സാധനങ്ങളും എടുത്തു കൊടുക്കാം, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എടുത്തു കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങൾ അത്രേ ഉള്ളൂ, ചെറിയ ചെറിയ ആഗ്രഹങ്ങളുള്ളൂ. മൊബൈൽ നമ്പറിന്റെ അത്രയും ബാലൻസ് ഉണ്ടായിരിക്കുക എല്ലാരും മൈൻഡിലുള്ളതാണ്. അത്രയും ബാലൻസ് നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ കാണാം. കാരണം ഇപ്പൊ നമുക്ക് അങ്ങനെയൊന്നും നമ്മുടെ കയ്യിലില്ല. അതിൽ എസ്പെഷ്യലി ഓള് പറഞ്ഞാല് ഒരു മക്കളെ ഉമ്മാരെ സംബന്ധിച്ചൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം. കാരണം മക്കൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, ഉമ്മാർക്ക് എന്ത് വേണമെങ്കിലും പ്രൈസ് നോക്കാതെ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ള ലെവലിൽ മക്കൾ ആഗ്രഹിക്കുക. അതാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ ആസ് എ പാരന്റ്സ് എന്നുള്ള ലെവലിൽ അതിലും അപ്പുറത്തേക്ക് പ്രൗഡ് ആവണം വേറെ ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രയും ഏറെ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈഫിൽ ഇപ്പൊ നമ്മളെ ഡൗൺ ആവുന്ന സിറ്റുവേഷനും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ട സിറ്റുവേഷനും ഒക്കെ ഈ ഒരു ജേർണിയിൽ ഇപ്പൊ കുറച്ച് സമയങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. പാരന്റ്സ് എത്രത്തോളം കൂടെ നിന്നിട്ടുണ്ട്? അതായത് ഉമ്മാക്ക് വിളിച്ച് പറയുമ്പോ തന്നെ, അതായത് ഇപ്പൊ ഉപ്പാക്ക് ഉമ്മാക്ക് വിളിച്ച് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ട്, അപ്പൊ കൊറേ നമ്മൾ തന്നെ
ഇതാക്കി നോക്കും. കാരണം ചിലപ്പോൾ ഓൾക്ക് ടെൻഷനാവും. കാരണം നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാവുക, ഓൾ എങ്ങനെ, ഓൾക്ക് അത്രയും ടെൻഷൻ ആണെന്നുള്ള ഓരോ ടെൻഷൻ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ കൺട്രോൾ ചെയ്യുക. കാരണം നമ്മൾ അത്രത്തോളം നമ്മുടെ മെന്റൽ കപ്പാസിറ്റി കൂടുകയുള്ളൂ. പിന്നെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാലും ഓരോരുത്തന്ന് സപ്പോർട്ട്, അതിന് ഒരു കുറവില്ല. എപ്പോൾ ആയാലും ഉമ്മ ആയാലും എന്ത് പറഞ്ഞാലും ഇങ്ങനെ നോക്കിയാൽ എനിക്ക് പറ്റും ഇത്ര രീതിയിൽ ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഫാമിലി എല്ലാവരും ഇപ്പൊ നമ്മള് ഫസ്റ്റ് പോകുന്ന സമയത്തൊക്കെ നമ്മള് പുറത്തുള്ള ആൾക്കാരോട് പറയുമ്പോൾ അവർക്ക് പറ്റുമോ, അതിനെ കൊണ്ട് പറ്റും, ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇത്ര ആൾക്കാർ പോയിക്കണം, അവർക്കൊന്നും പറ്റിയിട്ടില്ല. അത് അപ്പോൾ നമുക്ക് ഒന്നും കൂടി വാശി വിടും. അപ്പൊ അമ്മമാര് ഈ പേടിക്കണ്ട, എനിക്കത് കവർ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കോൺഫിഡൻസ്. സത്യം ഉപ്പായാലും നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് രണ്ടാളായി. അത് ഭയങ്കര കാര്യം തന്നെ. അതുപോലെ തന്നെ ഇനിയിപ്പോ നമ്മള് ഈഗിൾസിൽ വന്നതിന് ശേഷം പലപ്പോഴും ഈ ഒരു പഠിത്തം മാത്രമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്കുള്ള ആവശ്യത്തിനുള്ള റീഫ്രഷ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? അതായത് നമ്മളെ മൈൻഡ് ഒന്ന് ഡൗൺ ആയോ, നമ്മള് ക്ലാസ്സിൽ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും നോക്കുന്ന സമയത്ത് എല്ലാവരും ഇപ്പൊ ചിലപ്പോൾ പലരും പല സിറ്റുവേഷനിലല്ലേ ഉണ്ടാവുക. അപ്പൊ നമ്മൾ അങ്ങനെ ക്ലാസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളപ്പോ ഒന്നെങ്കിൽ ജംഷന മാമിനെ റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതാ മാമിനെ റിപ്പോർട്ട് ചെയ്യും. അപ്പൊ ചില സമയത്ത് ഇവര് ക്ലാസ്സിൽ വന്നൊരു 2 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാല് അപ്പഴേ നമ്മൾ കുറെ ഓക്കെയാവും. കാരണം ആ ഒരു കുറച്ച് സമയം നമ്മളൊന്ന് മാറി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമുക്ക് തോന്നില്ല നമ്മൾ കുറെ നേരം നമുക്ക് ഇങ്ങനെ ഇരിക്കുകയാണെന്നുള്ളൊരു ഫീൽ നമുക്ക് വരില്ല. അതൊക്കെ നമുക്ക് കുറച്ച് ഇത്ര നേരമൊക്കെ ഇരുന്നില്ലേ എന്നൊരു ഫീൽ. അത്രയും സമയം നമ്മൾ ഇതിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടിരുന്നു എന്നുള്ള നമ്മൾ അപ്പളേ മനസ്സിലാക്കി. ഓക്കെ, ഇനിയിപ്പോ CA ഇപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, ആയിഷ ഒരുപാട് കാര്യങ്ങൾ വണ്ടർ ചെയ്യിപ്പിച്ച് പറഞ്ഞു, എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് കേൾക്കുന്ന ആൾക്കാർ റിയലി എക്സൈറ്റഡ് ആയിരിക്കും. ഇതിനപ്പുറത്തേക്ക് ആയിഷയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളെ ലൈഫ് അത്രക്ക് സെറ്റിൽ ആവാനുണ്ടോ CAക്ക് പോരാ? അതായത് നമ്മൾ എഫേർട്ട് ഇടാൻ നിങ്ങൾ റെഡിയാണോ CAക്ക് പോരാ? കാരണം നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് ഉണ്ട്. അത് അതിലൂടെ ഇനിയിപ്പോ എത്ര എഫേർട്ട് ആയിക്കോട്ടെ ഇട്ട് കഴിഞ്ഞാലും ഒരിക്കലും അവിടെ ഫെയിൽ ആവാന്നുള്ള കേസ് ഇല്ല. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും സക്സസ് ആവും. നാളെ നമുക്ക് തീർച്ചയായിട്ടും ആയിഷനെ നല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്ത് അല്ലെ, ഞാൻ എന്നും ആഗ്രഹിക്കുന്ന വെച്ചാൽ എന്റെ കൂടെ സംസാരിച്ച ആൾക്കാർ നാളെ ഇതേപോലെ CA ഫൈനലിൽ ക്വാളിഫൈ ചെയ്ത് ഇതേ സീറ്റിൽ വന്ന ഒരു ദിവസം ഇരിക്കാനുണ്ട്. ഇൻഷാല്ലാ അതിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ആയിഷ അടിപൊളിയായിരുന്നു.